റൈറ്റ് സൈഡിൻ്റെ അവസാനത്തെ ലാപ്പിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ കണ്ട സാന്നിധ്യം ഭീകര മൊഡ്യൂളുകൾ, ടെറർ ഫണ്ടിങ്, ഹവാല, ഐസൻ ചൂണ്ടിക്കാട്ടി പോലെ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു സ്വാധീനം, അതുപോലെ കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ. ഇതിനൊപ്പം പറയേണ്ടത്, ഇതുകൊണ്ടാണ് FCRA എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഹാലിളകുന്നത്. ഇതിലേക്ക് നയിച്ച ഒരു കാര്യം കൂടി പറഞ്ഞ കാര്യം നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ വന്ന ഒരു ഏജൻസിക്ക് വന്ന ഫണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒരു 60ഓളം ATM കാർഡുകൾ ഉപയോഗിച്ച് പിൻവലിച്ചിരിക്കുന്നു ഫണ്ട്. അപ്പോൾ ഈ വിലപിക്കുന്നവർ ദയവായിട്ട് ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ യുവത്വത്തിനായി, യുവജനതയുടെ ക്ഷേമത്തിനായി, യുവാക്കളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്തുണയ്ക്കുന്ന പല നീക്കങ്ങളും പല പ്രക്ഷോഭങ്ങളും യഥാർത്ഥത്തിൽ സ്പോൺസർ ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് രാജ്യവിരുദ്ധ ശക്തികളാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ സാർ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. എനിക്ക് തോന്നുന്നത് ഇവരുടെ എല്ലാ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇന്ത്യക്ക് പുറത്തു നിന്ന് വരുന്നവർ, ഇന്ത്യയിൽ 2047 മതഭരണകൂടം സ്ഥാപിക്കാൻ ശ്രമിച്ചവർ, ഇന്ത്യക്കകത്ത് നിന്ന് ഉള്ളവർ, ജെൻസിക്ക് പിന്നിലുള്ളവർ, ഇവരെല്ലാം ലക്ഷ്യം ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിക്കുക, മോദി ഭരണകൂടത്തെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ BJP ഭരണത്തെ അട്ടിമറിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്. അത് മനസ്സിലാകാതെ പോകുന്നത് ഇതേ ശക്തികൾക്ക്, ഇതേ കക്ഷികൾ ഇപ്പോൾ ജൻസിയെ പിന്തുണയ്ക്കുന്നവർക്ക് എന്തുകൊണ്ട് യുവാക്കളുടെ മനസ്സിൽ കയറി പറ്റാൻ പറ്റിയില്ല? എന്തുകൊണ്ട് യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് യുവാക്കൾക്ക് പ്രതീക്ഷ നൽകാൻ പറ്റിയില്ല? യുവാക്കൾക്ക് ആസ്പിറേഷൻ എന്നൊരു സാധനമുണ്ട്. യുവാക്കൾക്ക് വേണ്ടത് എന്താണ്? നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല വരുമാനം, നല്ല ജീവിത സാഹചര്യം. ഇത് മുന്നോട്ട് വച്ചിട്ടാണല്ലോ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുന്നത്. നിങ്ങൾ അവരെക്കാൾ നന്നായി ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ബദൽ പദ്ധതികൾ കൊണ്ടുവരൂ, യുവാക്കളുടെ മനസ്സിലേക്ക് കയറി പറ്റൂ. അതല്ലാതെ ഒരു കൂട്ടം യുവാക്കൾ, ശരിയാണ്, ക്ഷുഭിത യൗവനം തന്നെയാണ്, നീറ്റ് പോലുള്ള പരീക്ഷയിലുണ്ടായ ക്രമക്കേട് ഉണ്ടായില്ല എന്ന് സർക്കാർ പറഞ്ഞില്ല, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞില്ല. ഇതൊക്കെ അംഗീകരിക്കുകയും തുടർച്ചയായ നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ തലപ്പത്ത് കയറിയിരുന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് പറഞ്ഞു മടുത്ത സാധനങ്ങളാണ് ഈ ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയും ഉണ്ടെന്ന് ഭാവിക്കുന്ന ഒരു പാർട്ടിയുടെയൊക്കെ നേതാക്കളൊക്കെ പോയി നിന്ന് സൈഡിൽ ചെന്ന് നിന്ന് ഈ റിഫ്ലക്റ്റഡ് ഗ്ലോറി സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർ ബദൽ മുന്നോട്ട് വയ്ക്കൂ, യുവാക്കൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കൂ.